ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഫോർമൽ ലെറ്ററിലേക്ക് പോകുന്നു. ഓക്കെ, ഫോർമൽ ലെറ്റർ ഇവിടെ പോയി, ഫോർമൽ ലെറ്റർ. അപ്പോൾ ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റർ ടു ദി എഡിറ്റർ ഓർ എന്താണ് പ്രിൻസിപ്പൽ, മാനേജർ, ജോബ് ആപ്ലിക്കേഷൻ എന്നിവയ്ക്കൊക്കെയാണ് നമ്മൾ ഫോർമൽ ലെറ്റർ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താ? റെഡി പോരട്ടെ, ആൻസർ പോരട്ടെ. എന്താണ്? ഫ്രം അഡ്രസ്. നമ്മുടെ ഫ്രം അഡ്രസ് ആണ് വേണ്ട, ഫ്രം വേണ്ട, പേരൊന്നും വേണ്ട. നിങ്ങൾ ABCD 1 2 3 അപ്പുക്കുട്ടൻ എഴുതി വെക്കണ്ട, അപ്പുക്കുട്ടന്റെ പേര് ആവശ്യമില്ല, നിങ്ങളുടെ അഡ്രസ് മാത്രം മതി. ഫ്രം അഡ്രസ്, ഫ്രം അഡ്രസ്. പിന്നെ എന്താണ് വേണ്ടത്? ഡേറ്റ്. ഇവിടെ തലേനെ മേലെ കാണാം, ഡേറ്റ് വേണം. ഡേറ്റ് സിമ്പിൾ ആയിട്ട് ഈ ഫോർമാറ്റിൽ 10 October 2021. കോമയും കുത്തും TH ഒന്നും വേണ്ട. പിന്നെന്താണ്? നിങ്ങൾ ആർക്കാണ് ഇത് എഴുതുന്നത്? സെൻഡേഴ്സ് അഡ്രസ്. ഓക്കെ, സെൻഡേഴ്സ് അഡ്രസ്സിൽ ദി മാനേജർ, ദി എഡിറ്റർ അങ്ങനെ എഴുതുക. അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് അപ്പുക്കുട്ടൻ എഡിറ്ററിന് എഴുതണ്ട, നിങ്ങൾ എഡിറ്ററിന് എഴുതിയാൽ മതി. ഫ്രം ഡേറ്റ് ടു, ഓർത്തുക, ഫ്രം ഡേറ്റ് ടു. പിന്നെ വേണമെങ്കിൽ അവിടെ സബ്ജക്ട് എഴുതാം, അല്ലെങ്കിൽ സാർ കൈൻഡ് സബ്ജക്ട് എഴുതാം. ഒന്നെങ്കിൽ സാർ ആദ്യം എഴുതാം, അല്ലെങ്കിൽ സബ്ജക്ട് എഴുതാം, ഒരു പ്രശ്നമല്ല. ഏതാണെങ്കിലും സബ്ജക്ട് വളരെ ക്ലീൻ ആക്കി ചെറുതാക്കി വെക്കുക. ഓക്കെ, വളരെ ഷോർട്ടൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ എന്തും ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഓക്കെ, പോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അല്ലെന്താ ട്രീ കട്ടർ, അല്ലെ ജാനിറ്റർ, അല്ലെ ക്ലീനിങ് ചേട്ടൻ, അങ്ങനെയൊക്കെ. പിന്നെന്താണ്? സാല്യൂട്ടേഷൻ, സർ അല്ലെ മാഡം, ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാതെ, സർ മാഡം രണ്ടും ഉപയോഗിക്കാതെ വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് വരിക? ഇൻട്രഡക്ടറി പാരഗ്രാഫ്. ഇൻട്രഡക്ടറി പാരഗ്രാഫ് ഇവിടെ എന്താണ്? I am writing to you to draw your kind attention or for your esteemed publication ഇത് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ എഴുതി വെക്കുക. അങ്ങനത്തെ ഒരു നല്ല ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെന്താണ്? മെയിൻ ബോഡി. മെയിൻ ബോഡിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. മെയിൻ ബോഡി 3 or 4 ലൈൻസ് എന്താണ് ചെയ്യേണ്ടത്? കാര്യം വിവരിച്ച് പറഞ്ഞു കൊടുക്കുക, വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്ന കാര്യം, റോഡിൽ കുഴിയുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, കുട്ടികൾ വണ്ടിയിൽ നിന്ന് ചാടിപ്പോകുന്നു, വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആവുന്നു, വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നു, അങ്ങനെ പറയാ. അത് എഴുതി കൊടുക്കുക. അവസാനം എഴുതേണ്ട കൺക്ലൂഷൻ. ഇവിടെ കൺക്ലൂഷനിൽ എന്താ എഴുതേണ്ടത്? നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്? ഐ ഹോപ്പ് ഇറ്റ് വിൽ ഗെറ്റ് പബ്ലിഷ് ഇൻ യുവർ എസ്റ്റീംഡ് പബ്ലിക്കേഷൻ. എന്നിട്ട് എന്താണ് സംഭവിക്കേണ്ടത്? പബ്ലിഷ് ആയി കിട്ടിയാൽ എന്താ നമുക്ക് കാര്യം? കൺസേൺഡ് അതോറിറ്റീസ് വിൽ ടേക്ക് ആക്ഷൻ. അവർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴെന്താണ്? ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ. അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് യോസ് ട്രൂലി. എന്താ ഇവിടെ? യോസ് ട്രൂലി എന്താണ്? സൈൻഡ് നെയിം അപ്പുക്കുട്ടൻ എഴുതി വെക്കുക. റെഡി അല്ലേ? കൈൻഡ്ലി പബ്ലിഷ് ദിസ് പ്രോബ്ലം ഇൻ യുവർ എസ്റ്റീം ഡെയിലി ടു ഡ്രോ ദി അറ്റൻഷൻ ഓഫ് ദ കൺസേൺഡ് അതോറിറ്റീസ്. അങ്ങനെയൊക്കെ എഴുതി വെക്കുക. റെഡി? അപ്പം എന്താണ് നമുക്ക് വേണ്ടേ? നമുക്ക് ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു. ഇതാ ഫോർമൽ ലെറ്റർ ടു ദി എഡിറ്റർ. ഇതാ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ? ഇതാ നമ്മുടെ അഡ്രസ്, ഫ്രം അഡ്രസ്, ഡേറ്റ്, ഫ്രം ഡേറ്റ് ടു, പിന്നെ സാറിന് എഴുതിയിട്ട് ഞാൻ സബ്ജക്ട് എഴുതി പോട്ട് ഹോൾസ് ഇൻ ആർ ലൊക്കാലിറ്റി കോസിംഗ് ഡിഫിക്കൽട്ടീസ്. പിന്നെ എന്താ? വിത്ത് ഡ്യൂ റെസ്പെക്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് due to the potholes in roads we are facing a lot of difficulty. Okay, monsoon season has already started a few days ago and is increasing our problems. ചെറിയ രീതിയിൽ കാര്യം മൊത്തം പറഞ്ഞു. ഇനി ഡീറ്റെയിലേക്ക് വരാം. എന്താണ്? There is a risk that people might get hurt while driving on the roads having potholes, especially the children who play outside. Even for pedestrians it's become very difficult to walk through it. വെള്ളം നിറഞ്ഞ കുറെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവൂലേ? അതന്നെ. സൈൻ ചെയ്യണ്ട, സൈൻഡ് എഴുതി വെച്ചാൽ മതി. SD ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. Therefore, I wish to draw the attention of the concerned authorities with the help of your newspaper or esteemed publication. Hopefully, you will be able to help us in drawing their attention and resolving the matter. ഇത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഫോർമൽ ലെറ്റർ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വെക്കുക. ഫ്രം ഡേറ്റ് ടു സബ്ജക്ട്, സാല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ വിത്ത് സാല്യൂട്ടേഷൻ അല്ല സൈനിങ് ഓഫ്. ഓക്കെ, ഫോർമൽ ലെറ്റർ കഴിഞ്ഞില്ല. ഫോർമൽ ലെറ്റർ നമുക്ക് എന്താ ഒരു എക്സാമ്പിൾ ഒക്കെ നോക്കണ്ടേ? ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചോളൂ, എല്ലാവരും വായിച്ചോ. ടെക്നോളജി ഈസ് എ ബ്ലെസ്സിങ് സോ ലോങ് ആസ് ഇറ്റ്സ് മാൻ സ്ലേവ്. ഇത് എനിക്ക് സൈബർ ക്രൈം എന്നുള്ള ചാപ്റ്റർ എന്നാണ് തോന്നുന്നത്. സൈബർ ക്രൈം എന്തോ അല്ലേ? അപ്പം unfortunately today's young generation is too much addicted to technology, so it becomes their master. It's high time we sensitize the young generation about the negative impact of technology. Write a letter to the editor to communicate your views to the public. Basically കുട്ടികൾ അഡിക്റ്റഡ് ആവുന്നു എന്താണ്? ടെക്നോളജി ആയിട്ട്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എന്താ
നെറ്റ്ഫ്ലിക്സ് അത് എഴുതി വെക്കുക. അപ്പോഴെന്താണ് അപ്പുക്കുട്ടനായ നമ്മൾ എന്താ എഡിറ്ററിന് എഴുതണം ഇതിനെ പറ്റിയിട്ട്. പിന്നെ എഡിറ്ററിന് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ സമയം, കുട്ടികൾ ഒരു അഡിക്റ്റഡ് ആവുന്നു, അത് നമ്മളൊരു കുട്ടി തന്നെ എഴുതണം അല്ലേ, നല്ല വിറ്റായി. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, നമ്മൾ ഇതൊന്നും നോക്കണ്ട, അപ്പുക്കുട്ടൻ ബുദ്ധി ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ വലിയ ആളായിട്ട് നമ്മൾ അങ്ങ് അടിപൊളിയായിട്ട് എഴുതുന്നു. എന്ത് എഴുതാൻ പോകുന്നത് നമുക്കറിയാം, ഫോർമാറ്റിലാണ് മെയിൻ കാര്യം. കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് അല്ല, ഫോർമാറ്റിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. ഫ്രം, ഡേറ്റ്, ടു, പിന്നെന്താണ് വേണ്ടേ, സർ അല്ലെ സബ്ജക്ട്, അത് ഓർഡർ മാറിയ പ്രശ്നമല്ല. പിന്നെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, മെയിൻ ബോഡി, കൺക്ലൂഷൻ ആൻഡ് ലാസ്റ്റ് സൈൻ ഓഫ് ചെയ്യുക. റെഡി അല്ലേ? ആരാണ് ഈ അപ്പുക്കുട്ടൻ? ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയ പേരാണ്, വെറുതെ ഇട്ടതാണ് കേട്ടോ, അല്ലാണ്ട് അപ്പുക്കുട്ടൻ എൻ്റെ ആരുമല്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ABCD, ഫ്രം അഡ്രസ് മതി, ഫ്രം എന്ന് പറയരുത്, പേരും കൊടുക്കരുത്. അപ്പുക്കുട്ടൻ ആണെന്ന് പറയണ്ട, ഫ്രം അഡ്രസ് മതി. ഫ്രം അഡ്രസ് ഇതാ ഇവിടെ കൊടുക്കുന്നു, ABCD 1 2 3 കേരള 2 ലൈൻ മതി. പിന്നെ ഡേറ്റ് കൊടുക്കുക 10 October 2021. പിന്നെ എന്താണ് വേണ്ടേ, ദ എഡിറ്റർ, ദ ഹിന്ദു കോയമ്പത്തൂർ. ഓക്കെ, ദ ഹിന്ദു എന്ന് എഴുതാൻ കാരണം ഹിന്ദുവിന്റെ ശരിക്കും പേര് ദി ഹിന്ദുവാ, അല്ലെങ്കിൽ മലയാള മനോരമയാണ്, മലയാള മനോരമ എന്ന് മതി. പിന്നെന്താ കോയമ്പത്തൂർ എന്താ അവിടുത്തെ ബ്രാഞ്ചാണ്. പിന്നെന്താണ് സർ, എന്താണ് സബ്ജക്റ്റ് കൊടുക്കുക 3 effects of technology, 3 effects, 3 pros or cons, 3 cons of technology. നമ്മളെന്താ അഡിക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, മോശമായിട്ട് എഴുതുക. 3 bad effects of technology എന്ന് എഴുതുക. അപ്പൊ തന്നെ നമ്മുടെ ലെറ്റർ വായിക്കുന്ന എഡിറ്ററിന് മനസ്സിലായി ഇത് വെറും ബോറ് പരിപാടി, ഞാൻ വായിക്കാൻ പോകുന്നില്ല അല്ലെ, ഇത് സ്കൂളിൽ നിന്ന് എന്താണേലും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണെന്ന് നമ്മുടെ എഡിറ്ററിന് മനസ്സിലാവും. അപ്പൊ എഡിറ്റർ വായിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്ട് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അലൻ സാർ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. നാളെ എക്സാമിൽ എല്ലാവരും അപ്പുക്കുട്ടൻ എഴുതി വെക്കുമോ എനിക്കറിയില്ല, ആരെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കുമോ നിങ്ങൾ എന്തേ കുട്ടികളെ പഠിപ്പിച്ച് വെച്ചേന്ന്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദിസ് ലെറ്റർ, ദാ ഞാൻ മേലേക്ക് ആക്കാൻ തലേന് മേലെയാണ്. ദിസ് ലെറ്റർ ഇസ് ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ ഓവർ മാൻസ് ഇൻക്രീസിങ് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി. എൻ്റെ കൺസേൺ ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്. എന്താണ്, മനുഷ്യരുടെ ടെക്നോളജി ആയിട്ടുള്ള ഡിപ്പെൻഡൻസ്. നമ്മൾ എന്താണ് ഒട്ടും ഇൻഡിപെൻഡന്റ് അല്ല, നമ്മൾ വളരെ എന്താണ് ഇവരുടെ സ്ലേവ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ, ടെക്നോളജി അല്ലെ, റോബോട്ട്സിന്റെ ഒക്കെ. ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ദിസ് over dependence on gadgets have literally affected his mental and physical faculties and capabilities adversely. എന്താണ് പറയുന്നത്, വെറുതെ പറയാണ് കേട്ടോ, വെറുതെ പറയാണ്, നമ്മൾ വെറുതെ ഡയലോഗ് അടിക്കുക. എന്താണ് പറയാ, മനുഷ്യന്റെ സ്വന്തം കേപ്പബിലിറ്റീസും ഫാക്കൽറ്റീസും ഒക്കെ എന്താണ് വളരെ അഡ്വേഴ്സ്ലി മോശമായിട്ട് എഫക്ട് ചെയ്തു. അതിന്റെ ആ ഐഡിയയിലേക്കാണ് ഞാൻ എൻ്റെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ആ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ വെറുതെ അടിച്ചു വിടുക, അവന്റെ ഇതൊക്കെ ഹ്യൂമാനിറ്റീൻ്റെ ഇതൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ അടിച്ചു കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ ചെറിയൊരു കാര്യം പറയാനാണ്, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ. യെസ്, എനിക്ക് ഒച്ചയില്ല കുറെ പറയാം, അതുകൊണ്ട് ഞാൻ പറയില്ല, നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെന്താണ് വേണ്ടത്, നോട്ട് ഓൺലി ദ ഇന്റലിജൻസ്. ഇനി ആ കാര്യത്തിലേക്ക് വരെ ഇന്റലിജൻസ് കുറയുന്നുണ്ട്, ടെക്നോളജി ആവുന്നുണ്ട്, അഡിക്റ്റീവ് ആവുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നില്ല, വേറെ ഒന്നിനും ഇൻട്രസ്റ്റ് തോന്നില്ല, വെറുതെ അടിച്ചുവിടുക 3-4 ലൈൻ. ഓക്കെ, ഓവർ അടിച്ചു വിടരുത്, കാരണം എന്താ അപ്പം മനസ്സിലാവും കുട്ടികൾ മിസ്സിന് ഇത് അപ്പുക്കുട്ടന്റെ സ്ഥിരം പരിപാടിയാണ്. നോട്ട് ഓൺലി ദ ഇന്റലിജൻസ്, ദി എഫക്ട് ഓഫ് ടെക്നോളജി ഓഫ് ഗാഡ്ജറ്റ്സ് ഇസ് വിസിബിൾ ആൻഡ് ഓൺ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫാണ് കേട്ടോ. മെഷീൻസ്, ഗാഡ്ജറ്റ്സ്, വെഹിക്കിൾസ്, സ്മാർട്ട് ഫോൺസ്, ടാബ്സ്, ലാപ്ടോപ്സ്, AC, ബ്ലോവർ, ഗീസർ ആൻഡ് വാട്ട് നോട്ട് മാൻ കനോട്ട് ലിവ് വിത്തൗട്ട് ഫോർ എ സെക്കൻഡ്. അതെന്തൊക്കെയോ വെറുതെ അടിച്ചു, ഒന്നുമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. അത് ശരിയാണല്ലോ, പക്ഷെ നമ്മളെ സമ്മതിച്ചു കൊടുക്കില്ല അല്ലെ, നമ്മൾ കുട്ടികളാണ്, നമ്മൾ യൂത്ത് ആണ് അല്ലേ. യെസ്, അതുപോലെ ആസ് എ കോൺസിക്വൻസ് ഹി ഹാസ് ബിക്കം ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി, സ്പിരിച്വലി, ഇമോഷണലി വീക്ക്. ശരിയാണല്ലേ, കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ കുറച്ച് പൊക്കുക, നമുക്ക് നല്ല മാർക്ക് വേണ്ടേ. പിന്നെന്താ, he must learn to use technology wisely and appropriately. After all, excess of technology is always bad, or excess of anything is always bad. എന്തും കൂടിയാൽ പ്രശ്നമാണ്. അപ്പോൾ എന്താണ്, he must give due exercise to his ബോഡിക്ക് എക്സസൈസ് കൊടുക്കണം, മൈൻഡിനും സോളിനും. otherwise depends on technology will render him weak physically. ശരിയാണ് അല്ലേ, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ കുറച്ച് തടിയൊക്കെ കൂടാനും മടി പിടിക്കാനൊക്കെ കാരണം ടെക്നോളജി കൂടിയുണ്ട്. 10K ലൈക്സ് ആയില്ലേ, ഭീകരം, അടിപൊളി. അഡിക്റ്റഡ് ടു എക്സാമിനർ, കുഴപ്പമില്ല, എക്സാമിനർ ആയിട്ട് വിട്ടേക്കുന്നു. പിന്നെന്താണ്, through the columns of your esteemed daily, I appeal to the people and the concerned authorities to look into the matter and take measures to discourage over dependence on technology. അതാണ് അവസാനം വേണ്ടത് അല്ലേ.
എന്താണ് വേണ്ടത്? through your columns of your esteemed publication, I would like to draw the attention of the people and the concerned authorities. ആൾക്കാരെ വേണം, ആൾക്കാരും അറിയണം അല്ലേ? വെറും authorities അല്ല, concerned authorities and ആൾക്കാർ, to draw the attention into the matter and take measures to fix it. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രശ്നം എന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ, thanking you അല്ലെ yours sincerely or yours truly, signed അപ്പുക്കുട്ടൻ. ഇതാ അപ്പുക്കുട്ടൻ എന്നതാ നൈസായിട്ട് എഴുതി വെക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫ്രം ഡേറ്റ് ടു സർ അല്ലെ സബ്ജക്ട്. പിന്നെന്താണ് വേണ്ടത്? ഇൻട്രോ പാരഗ്രാഫ്, മെയിൻ ബോഡി, കൺക്ലൂഷൻ ആൻഡ് സൈനിങ് ഓഫ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോർമൽ ലെറ്റർ ആൻഡ് CV.